ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. രാജ്യത്തിന്റെ തന്ത്രപ്രധാന മേഖലയുടെ സുരക്ഷയ്ക്ക് മസിൽമാൻമാർ മാത്രം പോരാ, അല്പം വിവേകവും വേണമെന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കരിപ്പൂരിലേത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഈ ജവാന്മാരുടെ തനിനിറമാണ് പുറത്തായത്. റിപ്പോർട്ടും പ്രതികരണങ്ങളും പ്രധാന വാർത്തകൾക്ക് ശേഷം. കരിപ്പൂർ സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തുമെന്ന് ഉത്തരമേഖല ADGP N. ശങ്കർ റെഡ്ഡി. കുറ്റക്കാർ ആരാണെന്ന് CCTVയിൽ വ്യക്തമാണെന്നും N. ശങ്കർ റെഡ്ഡി. കരിപ്പൂർ വിമാനത്താവളത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്ന് ഓൾ ഇന്ത്യ എയർപോർട്ട് യൂസേഴ്സ് ഫോറം. ഭാഷ രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകർക്ക് മുഖ്യ പങ്കുവഹിക്കാനുണ്ടെന്ന് കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KKN കുറുപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. കരിപ്പൂർ സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തുമെന്ന് ഉത്തരമേഖല ADGP N. ശങ്കർ റെഡ്ഡി. വെടിയുതിർക്കുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ CCTVയിൽ ഉണ്ട്. കുറ്റക്കാരാണെന്നത് വ്യക്തമാണ്. സാധാരണ നിലയിലെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിന് കീഴിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് അനിഷ്ട സംഭവത്തിലേക്ക് നയിച്ചത്. ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ADGP N. ശങ്കർ റെഡ്ഡി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒരു രണ്ട് സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാർ തമ്മിലുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. നിങ്ങൾ ആരുടെ പക്ഷം പിടിക്കാതെ എവിഡൻസിന്റെ ബേസിൽ കേസുകൾ അന്വേഷിച്ച് ആരൊക്കെയാണ് ഈ കുറ്റം എന്തൊക്കെയാണ് കുറ്റം ചെയ്തിട്ടുള്ളത് അത് കണ്ടെത്തി നിയമത്തിന് മുൻപ് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. CCTV ദൃശ്യങ്ങളുണ്ട്. അത് അവരുടെ എല്ലാ സീനിയർ ഉദ്യോഗസ്ഥർക്കും ബോധ്യമാണ്. അപ്പൊ അതിന് ഞാൻ ഒരു പ്രത്യേകം ഇവരുടെ പക്ഷം പിടിച്ചോ അല്ലെങ്കിൽ അവരുടെ പക്ഷം പിടിച്ചോ പറയുന്നത് ശരിയല്ല. എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. സുരക്ഷാ വീഴ്ച എന്നാൽ ഇപ്പൊ ഒരു സെക്യൂരിറ്റി ജീവനക്കാരെ വെട്ടിച്ച് വെളിയിൽ അതിന് അവിടുത്തെ ജോലിക്ക് ബന്ധമില്ലാത്ത ആൾ അകത്ത് കടന്ന് എന്തെങ്കിലും സാബറ്റേജോ അക്രമമോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ സുരക്ഷാ വീഴ്ച എന്ന് പറയാറ്. ഇവിടെ അങ്ങനെയല്ല നടന്നിട്ട്. അവിടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകന്മാർ തമ്മിൽ വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും. അവർ തമ്മിൽ നടന്ന ഒരു സംഭവം ഇങ്ങനെ ഒരു കലാശിച്ചത്. അതുകൊണ്ട് അവർ തമ്മിലുള്ള ഒരു സംഭവമായിട്ടാണ് ഞാനത് കാണുന്നത്. അതുകൊണ്ട് അത് ഈ സുരക്ഷ. കരിപ്പൂർ വിമാനത്താവളത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്ന് ഓൾ ഇന്ത്യ എയർപോർട്ട് യൂസേഴ്സ് ഫോറം. CISF ഭടന്മാരുടെ പെരുമാറ്റത്തെക്കുറിച്ച് യാത്രക്കാർക്ക് ഇതുവരെ പരാതികളില്ലായിരുന്നു എന്നും യൂസേഴ്സ് ഫോറം പ്രസിഡന്റ് KM ബഷീർ പറഞ്ഞു. അന്താരാഷ്ട്ര ലെവലിൽ ശ്രദ്ധയാകർഷിച്ച ഒരു വാർത്തയായതിനാൽ CBI തന്നെ കേസ് അന്വേഷിക്കണമെന്ന് യൂസേഴ്സ് ഫോറം ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം കരിപ്പൂർ വിമാനത്താവളത്തിലുണ്ടായ വെടിവെപ്പ് കേരള പോലീസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും വിഷയത്തിന്റെ കാര്യഗൌരവം കണക്കിലെടുത്ത് അന്വേഷണം കേന്ദ്ര ഏജൻസികളായ CBIക്കോ NIക്കോ കൈമാറണമെന്ന് ഓൾ ഇന്ത്യ എയർപോർട്ട് യൂസേഴ്സ് ഫോറം പ്രസിഡന്റ് KM ബഷീർ. ദേശീയ പ്രാധാന്യത്തിനപ്പുറം വിദേശങ്ങളിൽ പോലും ശ്രദ്ധ നേടിയ കരിപ്പൂർ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗങ്ങളിൽപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കാപ്പ പോലുള്ള കർശന നിയമങ്ങൾ പ്രയോഗിക്കണം. വിമാനത്താവളങ്ങളിലെ ടെർമിനലുകളിലോ ടാർമേക്കിലോ മറ്റു സുരക്ഷാ കേന്ദ്രങ്ങളിലോ പ്രവേശിക്കണമെങ്കിൽ പാസ് ഉള്ളവരാണെങ്കിൽ പോലും കർശനമായ ദേഹപരിശോധനയ്ക്ക് വിധേയമാകണമെന്നുള്ളത് അന്താരാഷ്ട്ര നിയമമാണെന്നും ഏത് വലിയ ഉദ്യോഗസ്ഥനായാലും എയർപോർട്ടിനകത്ത് പ്രവേശിക്കുമ്പോൾ പാസ് ഉണ്ടെങ്കിലും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന് അദ്ദേഹത്തെ പരിശോധിക്കാൻ അധികാരവും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരിപ്പൂർ വിമാനത്താവളത്തിലെ സംഘർഷത്തിനിടെ കൈക്ക് പരിക്കേറ്റ CISF SI ചൌധരി നിരന്തരം കുഴപ്പക്കാരനാണെന്ന് മർദ്ദനത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന എയർപോർട്ട് ജീവനക്കാരൻ സണ്ണി തോമസ്. യൂണിഫോമില്ലാതെ CISF ജവാന്മാരെ പരിശോധന നടത്താതെ കടത്തിവിടുന്നത് പതിവാണെന്നും സണ്ണി തോമസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.
ഈവൻ ഇവരുടെ ആൾക്കാർ ഈ CSFന്റെ ആൾക്കാരാണ്. നിങ്ങൾ നോക്കിയാലേ പല പേപ്പറിനകത്തും കാണും, പലയിടത്തും പല പല കേസുകൾ ഈ CSFന്റെ വന്നിട്ടുണ്ട്. അവർ പ്രിസ്ക് ചെയ്യുക അതാകത്തിട്ടുണ്ട്. അവർ ഒരെണ്ണത്തിന് പ്രിസ്ക് ചെയ്യേണ്ട. അവർ വെറും സിവിൽ ഡ്രസ്സിൽ വരും, അകത്ത് പോവും, വരും. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഇല്ല, ഞാനുമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല. ഇത് സംഗതി എന്നാന്ന് ചോദിച്ചാല് പറയാമല്ലോ, ഞങ്ങള് എയർപോർട്ട് ഡയറക്ടറും എല്ലാം കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ചൗധരി എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. പുള്ളി നേരത്തെ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള, പല പ്രാവശ്യവും പലരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി അവിടുന്ന് മാറ്റിയ ആളാണ്. ഈവൻ അങ്ങ് ആ ആളിന്റെ പുറത്ത് കണ്ടമാനം ബാഡ് റിപ്പോർട്ടും ഒക്കെ പോയിട്ടുള്ളതാണ്. ഈ ആള് പെട്ടെന്ന് പുള്ളിയുടെ അരയെന്ന് പിസ്റ്റള് വലിച്ചൂരിയെടുത്തിട്ട് അത് ലോഡ് ചെയ്തിട്ട് ഇപ്പം ഓടിക്കണോ അല്ലെങ്കിൽ ഇപ്പം ഷൂട്ട് ചെയ്ത് കളയെന്ന് പറഞ്ഞിട്ട് പുള്ളി ഓടി പരക്കം പാഞ്ഞിട്ടുണ്ട്. CISFകാർ മോഷ്ടിക്കുന്നതിനെതിരെ താൻ നൽകിയ പരാതിയാണ് തനിക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ കാരണമായതെന്ന് എയർപോർട്ട് ജീവനക്കാരൻ അജികുമാർ. സംഭവ ദിവസം ചൌധരി തന്നെ അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്നും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അജികുമാർ പറഞ്ഞു. CSFനെതിരെ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അവര് ഇവിടുന്ന് സാധനങ്ങളെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതും അവര് ഈ രീതിയിൽ ഇവിടുന്ന് സാധനങ്ങൾ ക്വാർട്ടേഴ്സിൽ നിന്നായാലും എയർപോർട്ടിൽ നിന്നായാലും സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനെതിരെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. ഈ കംപ്ലൈന്റിന്റെ കോപ്പി നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് കിട്ടും. ഇതിന്റെ ഫലമായിട്ട് അവരെന്നെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇത് സെക്യൂരിറ്റി ചെക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഉള്ളിൽ കയറി ടെലിഫോൺ ഡയൽ ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ CS ചൗധരി എന്ന സബ് ഇൻസ്പെക്ടർ ഓടി വന്ന് എന്നെ തള്ളി മാറ്റി ചുമരുമുമ്പ് കൊണ്ടുപോയി ഇങ്ങനെ പിടിച്ച് ഇടിച്ചു, എന്നെ മർദ്ദിച്ചു, അതിക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നെ അയാൾ. ഇത് കണ്ടിട്ട് ഈ ഡ്യൂട്ടി കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി വരുന്ന ഒരു എയർലൈൻസിൻ്റെ സ്റ്റാഫ് അവിടെ വച്ചപ്പുണ്ടാക്കി, സാറ് ഡോണ്ട് ഡു ദിസ് വാട്ട് ഈസ് ദിസ് എന്ന് പറഞ്ഞ് അയാൾ എന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് മാറ്റാൻ അയാൾ പിന്തിരിപ്പിച്ചു. പക്ഷേ ഈ ലേഡി ആയതുകൊണ്ട് അയാളത് കേൾക്കാൻ തയ്യാറാവാതെ നിന്നു. ഈ ചൗധരി എന്ന ആൾക്കെതിരെ നിരവധി കംപ്ലൈൻറ്റുകൾ എയർപോർട്ട് അതോറിറ്റിയിൽ ചെന്നിട്ടുണ്ട്. CHQവിൽ ആരുടെ അടുത്ത് വരെ ചെന്നിട്ടുണ്ട്. അതിൻ്റെ പ്രോസസ്സിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ നിരന്തരം ഒരു ശല്യക്കാരനായിരുന്നു. CISF ജവാന്മാരുടെ അപക്വമായ നടപടികളിൽ നഷ്ടം പൊതുജനങ്ങൾക്ക്. കരിപ്പൂർ വിമാനത്താവളത്തിലെ CCTV ദൃശ്യങ്ങളിൽ CISF ജവാന്മാരുടെ അക്രമവും തുടർന്നുള്ള സംഭവങ്ങളും വ്യക്തം. ഇതേക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാജ്യത്തിനും ജനങ്ങൾക്കും സംരക്ഷണമൊരുക്കേണ്ട CISF ജവാന്മാർ കുടിപ്പകയുടെയും അധികാര തർക്കത്തിന്റെയും പേരിൽ തമ്മിൽ തല്ലിയത് രാജ്യത്തിന് നാണക്കേടായി. കരിപ്പൂർ വിമാനത്താവളത്തിലെ CCTV ക്യാമറ ദൃശ്യങ്ങളിൽ CISF ജവാന്മാർ അഴിച്ചുവിട്ട അക്രമം വ്യക്തം. രാത്രി 11 മണി മുതൽ CISF ജവാന്മാർ എയർപോർട്ടിൽ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. കണ്ണിൽ കണ്ടതെല്ലാം അവർ തല്ലിത്തകർത്തു. 5 മിനിറ്റോളം VIP കവാടത്തിന് കല്ലെറിഞ്ഞ ജവാന്മാർ തുടർന്ന് ചുവരിൽ സ്ഥാപിച്ച ബോർഡുകൾ നിലത്തേക്ക് വലിച്ചിട്ടു. റൺവേയിൽ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിയിട്ടിരുന്ന ഫയർഫോഴ്സിന്റെ ട്രക്കുകളും ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റവും തല്ലിത്തകർത്തു. CISF ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ജീവനക്കാരും തോക്കിനുവേണ്ടി നടത്തിയ പിടിവലിയിലാണ് SS യാദവിന് വെടിയേറ്റത്. എയർപോർട്ടിനകത്തു മാത്രം 3 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. CISF ജവാന്മാരുടെ അപക്വമായ നടപടി കൊണ്ട് നഷ്ടമുണ്ടായത് വിമാനയാത്രക്കാർക്കാണ്. ഇത്തരത്തിൽ വ്യക്തിപരമായ കാര്യങ്ങളിൽ തമ്മിൽ തല്ലുന്ന ഇവർക്ക് തങ്ങളുടെ സുരക്ഷിതത്വം എങ്ങനെ ഉറപ്പാക്കാനാകുമെന്നാണ് വിമാനയാത്രക്കാരുടെ ആശങ്ക. വാർത്തകളിൽ ഒരു ഇടവേള. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. When the eyes are settled, don't settle for anything else. I'm not the star. She is. Mind bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു.
കരിപ്പൂർ വിമാനത്താവളത്തിൽ വെടിയേറ്റു മരിച്ച CISF ഉദ്യോഗസ്ഥൻ SS യാദവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജന്മദേശത്തേക്ക് കൊണ്ടുപോയി. വിമാനത്താവളത്തിൽ നടന്ന വെടിവയ്പിൽ ഗുരുതരമായി പരിക്കേറ്റ് കൊണ്ടോട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു ജവാൻ മരിച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിലുണ്ടായ സംഘർഷത്തിൽ CISF ഹെഡ് കോൺസ്റ്റബിൾ SS യാദവ് കൊല്ലപ്പെട്ടത് തലച്ചോറ് തകർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇടത് താടിയിലിന് തൊട്ടുമുകളിലായിരുന്നു വെടിയേറ്റത്. വെടിയുണ്ട 3 കഷ്ണങ്ങളായി ചിതറി തലച്ചോറിനെ തകർത്തെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ളതായാണ് സൂചന. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. 4 സെന്റിമീറ്റർ നീളവും 1/2 സെന്റിമീറ്റർ വീതിയുമുള്ള മുറിവാണ് മൃതദേഹത്തിലുള്ളത്. വാരിയെല്ലിനും പൊട്ടലുണ്ട്. ശരീരത്തിന്റെ മറ്റിടങ്ങളിൽ പരിക്കുകളില്ല. രാവിലെ 10:45 തിരൂർ സബ് കളക്ടർ ഡോക്ടർ അദില അബ്ദുള്ളയും കൊണ്ടോട്ടി തഹസിൽദാർ സെയ്താലിയും വന്ന ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയത്. 11 കൊണ്ടോട്ടി CID സന്തോഷ്, സീനിയർ CPO അഷ്റഫ് ചുക്കാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് ആരംഭിച്ചു. 1:30 അവസാനിച്ചത്. പിന്നീട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ നിന്ന് വെടിയുണ്ടയേറ്റ ഭാഗത്തിന്റെ എക്സ്റേ എടുത്തു. 2:15 പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത്. വൈകിട്ട് 4 പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത്. തുടർന്ന് മൃതദേഹം എംബാം ചെയ്ത് വൈകിട്ട് 6 മണിയോടുകൂടി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നെടുമ്പാശ്ശേരിയിലേക്ക് കൊണ്ടുപോയി. മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ തോമസ് മാത്യുവിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ PT രതീഷ്, ഡോക്ടർ മൃദുലാൽ എന്നിവരാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത്. സംഘർഷത്തിൽ കൊല്ലപ്പെട്ട CISF ജവാന്റെ മൃതദേഹത്തോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ജീവനക്കാർ അനാദരവ് കാണിച്ചതായി പരാതിയുണ്ട്. മുഖത്തേറ്റ മുറിവിന്റെ എക്സ്റേ എടുക്കുവാൻ മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുപോയ മൃതദേഹം തിരിച്ചു കൊണ്ടുവന്നത് മഴയത്ത് തുറന്ന ട്രോളിയിലായിരുന്നു. ജവാന്റെ മൃതദേഹം കൊണ്ടുവരുന്ന ട്രോളി മഴയത്ത് ഓടിക്കൊണ്ട് വലിക്കുകയായിരുന്നു ജീവനക്കാർ. അതേസമയം CISF ജവാന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം അധികൃതരെ കാത്തുകിടന്നത് 1 മണിക്കൂറാണ്. CISF സീനിയർ കമാൻഡന്റ് അനിൽ ബാലി വന്ന ശേഷം മാത്രമേ മൃതദേഹം കൊണ്ടുപോകൂ എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. CSFന്റെ യൂണിറ്റ് ഉദ്യോഗസ്ഥർ മൃതദേഹം സ്വീകരിച്ച് നാട്ടിലേക്ക് അയക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാരും സ്ഥലത്തെത്തിയില്ല. എംബാം ചെയ്ത മൃതദേഹവുമായി പോലീസ് ഉദ്യോഗസ്ഥർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുൻപിൽ 1 മണിക്കൂർ കാത്തിരുന്നുവെങ്കിലും CSF ഉദ്യോഗസ്ഥരെത്താത്തതിനെ തുടർന്ന് രാത്രി 7 ഇൻക്വസ്റ്റ് ചെയ്ത് കൊണ്ടോട്ടി CIയുടെ ഉത്തരവാദിത്തത്തിൽ മൃതദേഹം നെടുമ്പാശ്ശേരിയിലേക്ക് അയക്കുകയായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ സജീവമാകുകയാണ് കാലവർഷം. എൽനിനോ എന്ന കാലാവസ്ഥാ പ്രതിഭാസം മൂലം ഇത്തവണ വൈകിയാണ് ഇടവപ്പാതി എത്തിയത്. മഴ കുറയുമെന്ന് സൂചനയുണ്ടായിരുന്നുവെങ്കിലും മഴ വൈകിയത് കാർഷിക വൈദ്യുതോൽപാദന മേഖലകളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നു. നീണ്ട ഇടവേളയ്ക്കു ശേഷം ഇടവപ്പാതി പെയ്തു തുടങ്ങി. കറുത്ത മേഘക്കീറുകൾ തീർത്ത ആകാശത്തിനു കീഴെ മഴത്തുള്ളികൾ കൊണ്ട് പെരുമഴയുടെ വസന്തം. വെള്ളിയാഴ്ചയോടെ കാലവർഷം സജീവമാകുമെന്ന് പറഞ്ഞ കാലാവസ്ഥാ പ്രവചനവും അങ്ങനെ യാഥാർത്ഥ്യമായി. ജൂൺ തുടങ്ങി ആദ്യവാരം ഇപ്രാവശ്യം മഴ അത്ര ശക്തമല്ലായിരുന്നു. ഈ വർഷം മഴയുടെ കുറവ് കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയതുമാണ്. അകാരണമായി മഴ വൈകിയതോടെ ആശങ്കയും പടർന്നു. വൈദ്യുത മേഖലയിൽ പ്രതിസന്ധി രൂക്ഷമാവുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. വരൾച്ചയും ചോദ്യചിഹ്നമായി മുൻപിലെത്തി. ഭക്ഷ്യമേഖലയിൽ ഉൽപാദനം കുറയുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. അളവിൽ കുറവെങ്കിലും അവസാനം ഇടവപ്പാതി ശക്തമാവുകയാണ് ജില്ലയിൽ. എന്നാൽ മഴ പെയ്തു തുടങ്ങിയതോടെ ആശങ്കയിലാണ് മലയോര മേഖല. ഉരുൾപൊട്ടൽ ഭീഷണിയുടെ നിഴലിലാണ് ഇവിടുത്തുകാർ. നഗരവാസികളാണെങ്കിൽ വെള്ളപ്പൊക്കത്തിന്റെ ഭീതിയിലും. മലയാളികൾ മഴക്കുഴികൾ തീർത്ത് മഴയെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. സാധാരണ പുതിയ അധ്യയന വർഷം കടന്നെത്തുന്നത് തന്നെ മഴയുടെ അകമ്പടിയോടുകൂടിയായിരുന്നു. എന്നാൽ ഇത്തവണ അതിനും മാറ്റം വന്നു. എൽനിനോ എന്ന കാലാവസ്ഥാ വ്യതിയാനമാണ് മഴയെ മറച്ചുകൊണ്ടുപോയതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. എന്നാൽ ഇവിടെ പെയ്യേണ്ട മഴ മറ്റെവിടെയും പെയ്തിട്ടില്ല എന്നതാണ് സത്യം. എന്തായാലും മഴ മണ്ണിനെ തണുപ്പിച്ചു തുടങ്ങി. മഴ വാർത്തകൾക്കും തുടക്കമായി. ഭാഷ രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകർക്ക് മുഖ്യ പങ്കുണ്ടെന്ന് കാലിക്കറ്റ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KKN കുറുപ്പ്. പല പ്രാദേശിക ഭാഷകളും വംശനാശ ഭീഷണിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗം സംഘടിപ്പിച്ച പ്രാദേശിക ചരിത്ര സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര വിഭാഗം എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന പ്രാദേശിക ചരിത്ര സെമിനാറാണ് ഇത്തവണയും വിപുലമായി സംഘടിപ്പിച്ചത്. സെമിനാറിന്റെ ഔപചാരിക ഉദ്ഘാടനം കാലിക്കറ്റ് സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KKN കുറുപ്പ് നിർവഹിച്ചു. ഭാഷകളെ രൂപപ്പെടുത്തുവാൻ അധ്യാപകർ ശ്രദ്ധിക്കണമെന്നും വിവിധ പ്രാദേശിക ഭാഷകൾ ഇപ്പോൾ വംശനാശ ഭീഷണിയിലാണെന്നും KKN കുറുപ്പ് പറഞ്ഞു. ഇംഗ്ലീഷ് വാക്ക് കൂടാതെ ഒരു മലയാളം ഒരു പാരഗ്രാഫ് എഴുതാൻ കഴിയാത്ത ഭാഷയിൽ മാറ്റം. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഗോഡ്വിൻ സാംരാജ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു.
ചരിത്ര വിഭാഗം മേധാവി പ്രൊഫസർ വസിഷ്ഠ് MC അധ്യക്ഷ പ്രസംഗം നടത്തി. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ സംസാരിച്ചു. ഗ്രന്ഥവരി രേഖകളിലെ കോഴിക്കോട് എന്ന വിഷയത്തിൽ സർവകലാശാല ചരിത്ര വിഭാഗം റീഡർ ഡോക്ടർ BV ഹരിദാസും പ്രാദേശിക ചരിത്ര പഠനത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും എന്ന വിഷയത്തിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചരിത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PJ വിൻസെന്റും സംസാരിച്ചു. ചരിത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ TJ ജോസഫ്, പ്രൊഫസർ ബ്യൂണ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചരിത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികളും സെമിനാറിൽ പങ്കെടുത്തു. ഫേസ്ബുക്ക് കൂട്ടായ്മയായ കാലിക്കറ്റ് ഫോട്ടോ ക്ലബിന്റെ നേതൃത്വത്തിൽ ലൈറ്റ് ഫാൾ ചിത്ര പ്രദർശനം കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ജൂൺ 14 സമാപിക്കുന്ന ചിത്ര പ്രദർശനം പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഇരുട്ടും വെളിച്ചവും വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും ക്യാൻവാസിലേക്ക് പെയ്തിറങ്ങിയതുപോലെ തോന്നും ആർട്ട് ഗാലറിയിലെത്തിയാൽ. ഫേസ്ബുക്ക് കൂട്ടായ്മയായ കാലിക്കറ്റ് ഫോട്ടോ ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ലൈറ്റ് ഫാൾ ചിത്ര പ്രദർശനമാണ് കാണികളുടെ കാഴ്ചയ്ക്ക് വിരുന്നൊരുക്കിയിരിക്കുന്നത്. മഴയും മഞ്ഞും വെളിച്ചവുമെല്ലാം തുടങ്ങി പ്രകൃതിയിലെ ഒട്ടുമിക്ക കാഴ്ചകളും ഉൾപ്പെടുത്തി ഏകദേശം 180ഓളം ചിത്രങ്ങളാണ് ഇവർ പ്രദർശിപ്പിച്ചിരിക്കുന്നതെന്ന് കാലിക്കറ്റ് ഫോട്ടോ ക്ലബ് ഭാരവാഹി K ശ്യാംകുമാർ പറയുന്നു. ഇതിലുള്ള ഓരോ ചിത്രങ്ങളും ഓരോ ഫോട്ടോഗ്രാഫർമാരും ഓരോ ചിത്രങ്ങളിലൂടെയും എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങളിൽ എത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാഴ്ചക്കാരിൽ എത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. നിത്യേന നാം അറിയാതെ സംഭവിക്കുന്ന ചെറിയ കാര്യങ്ങൾ വരെ ചിത്രങ്ങളുടെ മനോഹാരിതയിൽ അവതരിപ്പിക്കുന്ന ഈ മേളയിൽ 52 അംഗങ്ങൾ ഒരു വർഷമായി നടത്തിയ യാത്രകളുടെ അനുഭവങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ജൂൺ 10 മുതൽ 14 വരെ കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പരിപാടി പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് ഉദ്ഘാടനം ചെയ്തത്. കാഴ്ചയുടെ വർണ്ണവിസ്മയമൊരുക്കി കോഴിക്കോടിന്റെ മനസ്സിൽ പെയ്തിറങ്ങിയ ഈ ലൈഫ് ഫാൾ ഇതിനോടകം തന്നെ ജനശ്രദ്ധയെ ആകർഷിച്ചു കഴിഞ്ഞു. കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പുതിയ വൈവിധ്യങ്ങൾ തേടാൻ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കഴിയണമെന്ന് KC വേണുഗോപാൽ MP. അരൂർ പത്മനാഭൻ സ്മാരക സഹകാരി മിത്ര അവാർഡ് മാതൃഭൂമി ചീഫ് റിപ്പോർട്ടർ AP സൂര്യദാസിന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രമുഖ സഹകാരി അരൂർ പത്മനാഭന്റെ സ്മരണയ്ക്കായി കടത്തനാട് പ്രവാസി ആൻഡ് ഫാമിലി വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏർപ്പെടുത്തിയ പ്രഥമ സഹകാരി മിത്ര അവാർഡ് മാതൃഭൂമി ചീഫ് റിപ്പോർട്ടർ MP സൂര്യദാസിന് സമ്മാനിച്ചു. ജില്ലാ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി KC വേണുഗോപാലാണ് അവാർഡ് സമ്മാനിച്ചത്. കാപ്കോസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മൂസ അധ്യക്ഷം വഹിച്ചു. മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച സഹകരണ മേഖലയിലെ കോഓപ്പറേറ്റീവുകൾ എന്ന പരമ്പരയ്ക്കാണ് അവാർഡ്. കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ വൈവിധ്യങ്ങൾ തേടാൻ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കഴിയണമെന്ന് അവാർഡ് സമ്മാനിച്ചുകൊണ്ട് KC വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. ഗൗരവമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് സഹകരണ മേഖലയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ടാക്സും സെസ്സും. ഇത് രണ്ടും ഈ മേഖലയിൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാൻ ഇടയാക്കുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ പാർലമെന്റിൽ ശക്തമായി പോരാട്ടം നടത്തി. ധനകാര്യ മന്ത്രിയോട് ഓരോ ഇഞ്ചും പോരാടി. പക്ഷെ അദ്ദേഹം അവസാനം വരെ വഴങ്ങാത്ത സാഹചര്യം ഉണ്ടായി. പക്ഷെ ആ പോരാട്ടം നിർത്തിയിട്ടില്ല. ശക്തമായ സമ്മർദ്ദവുമായി തന്നെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്, അത് പിൻവലിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് P ശങ്കരൻ, DCC പ്രസിഡന്റ് KC അബു, KDC ബാങ്ക് ജനറൽ മാനേജർ C അബ്ദുൾ മുജീബ്, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് രമേഷ് പാലേരി, KA ഖാദർ, KV സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് PM നിയാസ്, VT ജയരാജൻ, C കൃഷ്ണൻ, VP ബാലൻ എന്നിവർ സംസാരിച്ചു. PK പ്രീത പ്രശസ്തി പത്രം വായിച്ചു. MP സൂര്യദാസ് മറുപടി പ്രസംഗം നടത്തി. തേറത്ത് കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ സ്വാഗതവും P ഗംഗാധരൻ നന്ദിയും പറഞ്ഞു. വാർത്തയിൽ ഒരു ഇടവേള കൂടി. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015 സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. പ്രത്യേക ശ്രദ്ധയ്ക്ക് മദ്യപാനം, പുകവലി, കഞ്ചാവ്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ശീലമാക്കിയവർ നിങ്ങളുടെ കുടുംബത്തിലോ അറിവിലോ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ ഇതാ ഒരവസരം. തികച്ചും ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ആയുർവേദ മരുന്ന് അറിഞ്ഞോ അറിയാതെയോ നൽകാം. ഡോക്ടർ മിഥുൻ എടത്തിൽ, മീൻചന്ത, കോഴിക്കോട്. ഫോൺ 9895539920. മരുന്ന് തപാൽ വഴിയും ലഭ്യമാണ്. WHO GMP ISO 9001:2000 HACCP സർട്ടിഫൈഡ് മെഡിസിൻ. കൂടുതൽ ചികിത്സാ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടുക. ലഹരി ഉപയോഗം അത് കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കും. അതിൽ നിന്ന് ഇതാ ഒരു മോചനം. ഒരു നല്ല നാടിന്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വാർത്തകൾ തുടരുന്നു.
ഭർതൃഗൃഹങ്ങളിൽ സ്ത്രീകൾ ലൈംഗിക അരാജകത്വത്തിന് ഇരയാകുന്നതായി വെളിപ്പെടുത്തൽ. വനിതാ കമ്മീഷൻ കളക്ടറേറ്റിൽ നടത്തിയ മെഗാ അദാലത്തിലാണ് ഭർതൃവീടുകളിൽ സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ. പീഡനത്തിനിരയായവർ തന്നെയാണ് പരാതികൾ നൽകിയത്. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നൂർബിന റഷീദിന്റെ നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത്. 54 കേസുകൾ വ്യാഴാഴ്ച പരിഗണിച്ചു. ഭർതൃഗൃഹങ്ങളിൽ സ്ത്രീകൾ വൻതോതിൽ ലൈംഗിക അരാജകത്വത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത് ഏറെ ആശങ്കാജനകമാണെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നൂർബിന റഷീദ് പറഞ്ഞു. കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ ലഭിച്ച പരാതികളിലേറെയും സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നുവെന്ന് അവർ വിലയിരുത്തി. സാംസ്കാരികമായി ഏറെ മുന്നിലുള്ള കോഴിക്കോട് ജില്ലയിൽ ഇത്തരം കേസുകളിലായിട്ടുള്ള വർധനവ് ഞെട്ടിപ്പിക്കുന്നതാണ്. താഴെത്തട്ടിൽ നിന്ന് തന്നെ ആവശ്യമായ ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകണം. ഇതിന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നും അവർ പറഞ്ഞു. ഭർത്തൃബന്ധുവിന്റെ പീഡനത്തെ തുടർന്ന് യുവതി ഗർഭിണിയായെന്ന പരാതിയിന്മേൽ DNA ടെസ്റ്റിന് വനിതാ കമ്മീഷൻ ഉത്തരവിട്ടു. ഈ കേസ് ഫുൾ ബെഞ്ചിലേക്ക് മാറ്റി. അദാലത്തിൽ ആകെ 54 പരാതികളാണ് പരിഗണിച്ചത്. 26 തീർപ്പാക്കി. ഫുൾ ബെഞ്ചിനായി 2 കേസുകൾ മാറ്റി. 19 കേസുകൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി. 11 പുതിയ പരാതികളും കമ്മീഷൻ മുൻപിലെത്തി. അഡ്വക്കേറ്റ് TG മീന നായർ, അഡ്വക്കേറ്റ് ജലാലുദ്ദീൻ എന്നിവരും അദാലത്തിൽ സംബന്ധിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥികൾ സ്കൂൾ ആരോഗ്യ പരിപാടി സംഘടിപ്പിച്ചു. ചെറുപ്പ മണക്കാട് ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് ആരോഗ്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാങ്ങാട്ട് അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് സ്കൂൾ ആരോഗ്യ പരിപാടി സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളിലായി ചെറുപ്പ മണക്കാട് ഗവൺമെന്റ് UP സ്കൂളിലാണ് ഇവർ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ആരോഗ്യ പരിശോധനാ ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം പഞ്ചായത്ത് ആരോഗ്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാങ്ങാട് അബ്ദുൾ റസാഖ് നിർവഹിച്ചു. ഇക്കഴിഞ്ഞ 2 മാസങ്ങളിലായി നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ പ്രദേശത്ത് നിരവധി തവണ സർവേകൾ നടത്തിയിരുന്നു. MCH യൂണിറ്റ് ചെറുപ്പയുടെ സഹകരണത്തോടുകൂടിയാണ് തളിർ എന്ന പേരിൽ മണക്കാട് UP സ്കൂളിൽ വെച്ച ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ പൊന്നമ്മ KM ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. 600ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ ആദ്യ ദിവസം എല്ലാ വിദ്യാർത്ഥികളുടെയും മെഡിക്കൽ എക്സാമിനേഷൻ നടന്നു. ശനിയാഴ്ച ആരോഗ്യ ബോധവൽക്കരണ പ്രദർശനവും ഒപ്പം അധ്യാപകർക്കും മാതാപിതാക്കൾക്കുമുള്ള ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കും. ചെറുപ്പ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. സ്കൂൾ ഹെഡ്മാസ്റ്റർ രാജഗോപാൽ, PTA പ്രസിഡന്റ് P. സുരേഷ്, MCH അസോസിയേറ്റ് പ്രൊഫസർ ജയലക്ഷ്മി, ജൂലി തുടങ്ങിയവർ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ശനിയാഴ്ച ക്യാമ്പ് സമാപിക്കും. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ബജറ്റ് മുഖാന്തരം സർവീസ് ടാക്സിൽ നടപ്പാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് സർവീസ് കമ്മീഷണറേറ്റിലെ ഉദ്യോഗസ്ഥരുടെ ബോധവൽക്കരണ സെമിനാർ നടന്നു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് CAC മോഹനൻ സെമിനാറിന് അധ്യക്ഷത വഹിച്ചു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ബജറ്റ് മുഖാന്തരം സർവീസ് ടാക്സിൽ നടപ്പിലാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് സർവീസ് കമ്മീഷണറേറ്റിലെ ഉദ്യോഗസ്ഥരുടെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. PV സ്വാമി മെമ്മോറിയൽ ഹാളിൽ നടന്ന ചടങ്ങിൽ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് CAC മോഹനൻ അധ്യക്ഷം വഹിച്ചു. സെൻട്രൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ PN റഷീദ് അലി IRS, സെൻട്രൽ എക്സൈസ് സർവീസ് ടാക്സ് റേഞ്ച് സൂപ്രണ്ട് PV നാരായണൻ, സെൻട്രൽ എക്സൈസ് ഹെഡ്ക്വാർട്ടേഴ്സ് പ്രിവന്റീവ് യൂണിറ്റ് സൂപ്രണ്ട് R വേലായുധൻ എന്നിവർ ക്ലാസുകൾ എടുത്തു. What we are intending is that Mr. Narayan and Vaidyanathan will talk briefly about the changes, and then afterwards we want a very active interactive session for which we expect participation of all of you. You can ask your general questions, specific questions, and then your questions will be as far as possible we will answer. Otherwise we will let you know afterwards. All the general questions are welcome. And another thing, whatever we talk here is not all the things. Please don't quote. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് എക്സിക്യൂട്ടീവ് അംഗം CAT ഗോപകുമാർ, സെക്രട്ടറി MA മെഹബൂബ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കലുങ്ക് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് നിർമ്മാണം നടത്തുന്ന സ്ഥലത്തെ ചെളിവെള്ളത്തിൽ കിടന്ന് പ്രതിഷേധം. മടത്തിൽമുക്കിലെ കലുങ്ക് നിർമ്മാണം ഇഴയുന്നതിൽ പ്രതിഷേധിച്ച് BJP നെല്ലിക്കോട് മേഖലാ കമ്മിറ്റിയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കോഴിക്കോട് ബൈപ്പാസ് മടത്തിൽമുക്ക് മെഡിക്കൽ കോളേജ് റോഡിന്റെ കലുങ്ക് നിർമ്മാണത്തിന്റെ കാലതാമസം കാരണം നിരവധി പേരാണ് ദുരിതം അനുഭവിക്കുന്നത്. ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും വളരെയധികം ബുദ്ധിമുട്ടുകയാണ്.
ഇതിനെതിരെയാണ് ജനകീയ പ്രതിഷേധമെന്ന നിലയിൽ BJP നെല്ലിക്കോട് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക നീന്തലും പ്രതിഷേധ പ്രകടനവും നടത്തിയത്. പ്രതിഷേധ പരിപാടികൾക്ക് BJP ജില്ലാ കമ്മിറ്റി അംഗം അജയ് കെ നെല്ലിക്കോട്, മണ്ഡലം സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ നന്നാട്ട്, ദിജിൽ ഷാജി, ഷൈജു, പ്രവീൺ, സജീഷ് പാലാട്ട്, വിവേക് എന്നിവർ നേതൃത്വം നൽകി. വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോടൻ റെസ്റ്റോറന്റ് സംഘടിപ്പിക്കുന്ന 4ാമത് ഈത്തപ്പഴമേള ജൂൺ 14 മുതൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. സൗദി, ജോർദാൻ, ഇറാൻ, ഒമാൻ, ടുണീഷ്യ, ഇറാഖ് എന്നിവിടങ്ങളിലെ സ്വാദേറിയ ഇനങ്ങളാണ് മേളയിലുണ്ടാവുക. മേള ജൂൺ 22 സമാപിക്കും. സംഗീത സംവിധായകൻ സലിൽ ചൌധരിയുടെയും മാപ്പിളപ്പാട്ട് ഗായകൻ SM കോയയുടെയും ഓർമ്മകൾ പുതുക്കി മ്യൂസിക്കൽ ഷോ നടത്തുന്നു. അസോസിയേഷൻ ഫോർ സോഷ്യോ മ്യൂസിക്കൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസിന്റെ 5ാമത് മെഗാ മ്യൂസിക്കൽ ഷോ ഇവിടെ പാട്ടിന് സുഗന്ധം ജൂൺ 13 ശനിയാഴ്ച വൈകുന്നേരം 5:30 കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ അരങ്ങേറും. സേവ് ഇന്ത്യ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ദേശീയ സെമിനാർ നടത്തുന്നു. 2015 ജൂൺ 16 ചൊവ്വ ഉച്ചയ്ക്ക് 2:30 കോഴിക്കോട് ടൗൺ ഹാളിലാണ് സെമിനാർ നടക്കുക. പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തക ടിസ സെത്തിൽവാദ് സെമിനാർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിപ്പൂർ സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തുമെന്ന് ഉത്തരമേഖല ADGP N. ശങ്കർ റെഡ്ഡി. കുറ്റക്കാർ ആരാണെന്ന് CCTVയിൽ വ്യക്തമാണെന്നും N. ശങ്കർ റെഡ്ഡി. കരിപ്പൂർ വിമാനത്താവളത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്ന് ഓൾ ഇന്ത്യ എയർപോർട്ട് യൂസേഴ്സ് ഫോറം. ഭാഷ രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകർക്ക് മുഖ്യ പങ്കുവഹിക്കാനുണ്ടെന്ന് കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KKN കുറുപ്പ്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. ജില്ലാ വാർത്തകൾ, the one and only daily news across your district. Log on www.jillavartagal.com. Independent, impartial, inevitable, straight to the public. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com.